നമസ്കാരം. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി ആലോചിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ചന്ദ്രൻ കുളമ്പലമാണ്. നമ്മൾ റീചാർജ് ചെയ്യുന്നത് അത് BSNL ആയാലും വോഡഫോൺ ആയാലും എയർടെൽ ആയാലും ജിയോ ആയാലും ഏതായാലും റീചാർജ് ചെയ്യുക 1 മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വെറും 28 ദിവസം മാത്രമാണ്. അത് 30 ദിവസം ആക്കിയാൽ എന്താ? ഇതിനെപ്പറ്റി കേന്ദ്രത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ആ ചർച്ച നടന്ന പുരോഗതിയിലേക്ക് എത്തട്ടെ. പക്ഷേ റീചാർജ് ചെയ്തത് 30 ദിവസം അല്ലെങ്കിൽ 28 ദിവസം കഴിയുമ്പോൾ തന്നെ കട്ടാവും. അതും ഓക്കെ. കട്ടായിട്ട് റീചാർജ് ചെയ്യുന്നത് അത് അവർക്ക് വേണ്ടിയിട്ട് ആണ്, കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് റീചാർജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്താലേ വിളിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, അല്ലെ ഇതേപോലെ തന്നെ എൻ്റെ ഈ ഡയറക്ടറുടെ ചോദ്യം, എന്തിനാണ് ഇൻകമിങ് കട്ടാക്കുന്നത്? അതാണ് ചോദ്യം. റീചാർജ് ചെയ്തിട്ടേ നമുക്ക് വിളിക്കാൻ പറ്റും. റീചാർജിൻ്റെ കാലാവധി കഴിഞ്ഞാൽ കട്ടാവും. അത് ഓക്കെ, അതെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ റീചാർജ് കഴിഞ്ഞ് ആ ദിവസം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്തിന് ഇൻകമിങ് കോള് കട്ടാക്കുന്നത്? ഇൻകമിങ് വന്നോട്ടല്ലേ. ഇൻകമിങ് കോള് കട്ടാക്കുന്നത് കൊണ്ട് എത്രമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല റീചാർജ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരാഴ്ച പണിക്ക് പോകാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസങ്ങളോളം പണിക്ക് പോകാത്ത ആൾക്കാരുണ്ടാവും, റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് റീചാർജ് ചെയ്യുന്നില്ല. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ നാളെ എൻ്റെ റീചാർജ് കട്ടാവുകയാണ്. അതുപോലെ തന്നെ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയെങ്കിലും ഇൻകമിങ് ഉണ്ടാവും കുറച്ച് ദിവസമെങ്കിലും എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ചില സമയത്ത് ആശുപത്രി കേസൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും ആലോചിക്കണമെന്നില്ല. റീചാർജ് കഴിഞ്ഞു പോയി, കോള് വരും എന്നൊന്നും ആലോചിക്കണമെന്നില്ല. അപ്പോൾ ഈ എനിക്കുണ്ടായ അവസ്ഥ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു ആശുപത്രി കേസുമായിട്ട് പെട്ടെന്ന് പോയി. അപ്പോൾ എൻ്റെ റീചാർജ് കട്ടായത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് കോൾ ചെയ്യാനാണ്, കോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇൻകമിങ് കോള് പോലും വരാത്ത അവസ്ഥ. ഇത് വൈഫൈ ഉള്ള സ്ഥലത്ത് നിന്ന് നെറ്റ് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ ചരവരാ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇൻകമിങ് കിട്ടുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ കോള് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം, റീചാർജ് കഴിഞ്ഞ് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടായിക്കോളൂ. പക്ഷേ ഈ ഇൻകമിങ് കട്ടാക്കരുത് എന്നാണ് ആവശ്യം. കാരണം നിങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. റീചാർജ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്, ഞങ്ങൾക്ക് വിളിക്കാൻ കൂടിയാണ്. അതെ, ശരി തന്നെ. പക്ഷേ ഇൻകമിങ് കട്ടാക്കാൻ പാടില്ല എന്ന് ഒരുപാട് അഭിപ്രായമുണ്ട്. ആ എല്ലാവരുടെയും അഭിപ്രായവും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഈ ഇൻകമിങ് വരാതിരിക്കുന്നതും ഇൻകമിങ് കട്ടാകുന്നതും ഒക്കെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എല്ലാവർക്കും ഇതേപോലെ തന്നെയുള്ള അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും റീചാർജ് ചെയ്യാനും ഇൻകമിങ് കോളിൻ്റെ കാലാവധി നീട്ടാനുള്ള അവസരം ഉണ്ടാവട്ടെ.